BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. UDF യോഗം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവും PMശ്രീയും അടക്കം ചർച്ച ചെയ്യാനുള്ള യോഗം വൈകുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. നിയമസഭയിൽ ധനബില്ല് പാസാക്കും മുൻപ് വിഷയം UDFൽ ചർച്ച ചെയ്യണമെന്നായിരുന്നുവെന്നും സമുദായ സംഘടനകളുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടതായിരുന്നുവെന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും കടുത്ത അതൃപ്തിയുണ്ട്. മദ്യനികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് വെല്ലുവിളിയാണെന്നാണ് വിലയിരുത്തൽ. പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യാതെ തീരുമാനം എടുക്കുന്നത് വെല്ലുവിളിയാണെന്നും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് ബജറ്റിൽ പ്രഖ്യാപനം വന്നതോടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഇതിനിടെ എതിർപ്പ് കണക്കിലെടുക്കാതെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 250% നിന്ന് 120% കുറച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ് ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. ധനബില്ലിന്റെ കരട് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ജൂലൈ 1 ധനബില്ലിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി ബക്കാഡി കമ്പനിക്ക് കീഴടങ്ങുമെന്ന് P. രാജീവ് കുറ്റപ്പെടുത്തി. നികുതിയിൽ നൽകുന്ന ഇളവാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിലും 100 രൂപ വരെയുള്ളതാണെങ്കിൽ കേരളത്തിൽ 305 രൂപയ്ക്ക് വിൽക്കാനാകൂ. ഇപ്പോഴത് മാറി നേരെ 120 രൂപയിലേക്ക് കുറച്ചിരിക്കുന്നു. ഉയർന്ന നികുതിക്ക് മാത്രം വിറ്റാൽ മതിയെന്ന കാഴ്ചപ്പാടിലാണ് ഇടതുപക്ഷം മറ്റൊരു തീരുമാനമെടുത്തതെന്നും P. രാജീവ് പറഞ്ഞു. നടപ്പിലാക്കാതിരിക്കാതിനുള്ള സാധ്യതയില്ല. അത്രമാത്രം വിധേയത്വം മുഖ്യമന്ത്രിക്ക് ആ കമ്പനിയുമായി വന്നിരിക്കുന്നുവെന്നും P. രാജീവ് കുറ്റപ്പെടുത്തി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.